സാർ, ഇന്ത്യ പാക് സംഘർഷം ഇപ്പം എങ്ങനെയാണ് നിർത്തിയെന്ന് സാറിന് അറിയോ? ഒരു കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്. ട്രംപ് ഫോൺ എടുത്തു, നമ്മുടെ മോദിയെ വിളിച്ചു. മോദിജി, നിങ്ങൾ എന്താണ് ഈ കാണുന്നത്? എന്താണ് ഈ ചെയ്യുന്നത്? നരേന്ദ്ര കീഴടങ്ങുക എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ട്രംപിൻ്റെ ആ സിഗ്നല് അനുസരിച്ചു. നമ്മുടെ രാഹുൽജി പറഞ്ഞതാണ്. ഈ ചെക്കന് വല്ല വിവരവും? ഇതെന്ത് ബാലിശമായിട്ടുള്ള കാര്യമാണ്? ഇതെന്താ ഇത്? പിന്നെ പിന്നെ വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ ചെക്കനെ ഇല്ല അവരുടെ വീട്ടിലെ അടുക്കള കാര്യം പറയുന്ന പോലെയാണ്. ഭാവി പ്രധാനമന്ത്രി പോലും കോൺഗ്രസിലെ ഒന്നാം തരം ഉണ്ണാക്കന്മാരിൽ ഒരാളാണ്. നമ്പർ 1 ഭാവി പ്രധാനമന്ത്രിയാണ് പിന്നെ ഡെസിഗ്നേഷൻ. അങ്ങനെയുള്ള, അതായത് നോക്ക, ഈ കോൺഗ്രസിൽ നിന്ന് പിന്നെ പോയവരൊക്കെ തന്നെ, ഈ സംഘാംഗങ്ങളൊക്കെ തന്നെ തിരിച്ചു വന്നു. തരൂരിനൊക്കെ എന്തൊരു പ്രശംസനീയമായ വിധമാണ് അവിടെ ഈ അംഗീകാരം കിട്ടിയത്. തരൂർ ഇതിന് മറുപടി കൊടുത്തപ്പോ പറയാതെ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ പോകുന്നത് തന്നെ തരൂരിൻ്റെ ലെവല് താഴ്ന്നു പോകും. അറിയാമോ? ഈ ചക്കന് യാതൊരു ബോധമില്ലാത്തതാണ്. 2019 തോറ്റ് തുന്നം പാടി പിന്നെ എനിക്കിതൊന്നും വയ്യേ, എനിക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ വയ്യേ എന്നും പറഞ്ഞ് കമ്പൊടിച്ചിട്ട് വിദേശത്ത് പോയ കക്ഷിയാണ്. വിദേശത്ത് എവിടെ പോയെന്നൊക്കെയുള്ള ചിലർക്കൊക്കെ അറിയാം. അങ്ങനത്തെ പിന്നെ ഒളിഞ്ഞും പാത്തുമുള്ള ഈ എന്തൊക്കെയോ ഏർപ്പാടുകളിലൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു രാജ്യത്തിനെതിരെ നിന്ന് പ്രവർത്തിക്കുക, രാജ്യത്തിനകത്തും പുറത്തും. പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ എപ്പോഴും വിദേശത്തേക്കൊരു യാത്രയുണ്ട്. എന്നിട്ട് അവിടെ പോയി നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുമായിട്ട് ചേർന്ന് പിന്നെയും പിന്നെ നരേന്ദ്രമോദിക്കെതിരെ പിന്നെ ഉള്ള പ്രസംഗം നടത്തുക. ഇതാണ് പരിപാടി. അല്ല, 2022 ചൈനയും ഇന്ത്യയുമായിട്ട് സൈന്യങ്ങൾ തമ്മിൽ ചെറിയൊരു സംഘർഷം ഉണ്ടായി. അപ്പോൾ അന്ന് ചൈനയുടെ സൈന്യം പാവം പിടിച്ച ഇന്ത്യൻ സൈനികരെ കൊല്ലാക്കൊല ചെയ്യുന്നു, പാവം പിടിച്ച ഇന്ത്യൻ സൈനികർ അടികൊണ്ട് മരിക്കാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ആരോപിച്ചായിരുന്നു. അപ്പോൾ ഇതിനെതിരെ അന്ന് ഒരാൾ ഇത്തരത്തിൽ ഒരു ഹർജി നൽകി. ഇങ്ങനെ സ്വന്തം സൈന്യത്തിനെതിരെ ഇങ്ങനെയുള്ള വിമർശനം നടത്തുന്നു, സൈന്യത്തിൻ്റെ ബലത്തെയാണ് അത് നഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കോടതിയിൽ ഇങ്ങനെ നടത്തി. ഇപ്പോൾ ആ കോടതിയുടെ ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് അപ്പീൽ നൽകി, രാഹുൽ ഗാന്ധി. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഇതിനെതിരെ വിമർശിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സൈന്യത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള വാഗ്ദാരികൾ, അതായത് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നടത്തുന്നത് സൂക്ഷിക്കണം, അത് സൈന്യമാണ്, രാഷ്ട്രീയ പാർട്ടിയോടൊന്നും അല്ല രാഹുൽ ഗാന്ധി. സൈന്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വത്താണ്, പൊതു മുതലാണ്, അവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അവരുടെ ബലത്തെ നശിപ്പിക്കുന്നത്, ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം അവർക്ക് ഉള്ള ഒരു ഉൾഭയം വളർത്തുകയാണ് ചെയ്യുന്നത്. ആ സൈന്യത്തിൻ്റെ ശക്തി ചോർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ശക്തിയെ ചോർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി നടത്തരുത് എന്ന് ഹൈക്കോടതിയുടെ വിധി ഇപ്പം വിമർശനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ എന്തോരം ഇങ്ങനെയുള്ള കേസുകളാണ് ഇദ്ദേഹത്തിന് വരുന്നത്. എന്നാൽ ഇദ്ദേഹം ഒന്നും ഒതുങ്ങും അതുമില്ല. ഇദ്ദേഹം പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓപ്പറേഷൻ സിന്ദൂർ ഒറ്റ കൊടുത്തു, എത്ര വിമാനങ്ങൾ തകർന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ നമ്മൾ 9 കേന്ദ്രങ്ങൾ തച്ചുടച്ചു എന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ അവിടുത്തെ സേനാ മേധാവി തന്നെ പറയുന്നത് 9 അല്ല, അതിൽ കൂടുതൽ കേന്ദ്രങ്ങൾ, അതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. പാകിസ്ഥാൻ പോലും അംഗീകരിക്കുന്ന കാര്യത്തെ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ശരിക്കും ഇദ്ദേഹത്തിന് എന്തോ മാനസികമായിട്ട് പ്രശ്നം കാണും. മാനസികമായിട്ട് പണ്ടേ ഉണ്ട്. മിക്കവാറും ഈ ചക്കനെ പിടിച്ച് ജയിലിലടയ്ക്കും. അതറിയാം. നരേന്ദ്രനെ അവിടുന്ന് ട്രംപ് വിളിച്ചെന്ന്. ട്രംപിന് വേറെ പണിയൊന്നുമില്ലയോ? നരേന്ദ്രൻ വിളിക്കാൻ പറയാൻ ഈ ചെക്കൻ്റെ മടിയിൽ ഇരുത്തിയാണോ മോദിക്ക്? അങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇത് അവസാനിച്ചതെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായോ? ഈ രാജ്യത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും ഈ രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല. ശശി തരൂരിൻ്റെ കൂടെ ഒരു ദിവസം വിദേശത്തൊന്ന് പോകാമായിരുന്നല്ലോ. ശശി തരൂരിൻ്റെ രോമത്തിൽ തൊടാനുള്ള യോഗ്യത രാഹുൽ ഗാന്ധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തപ്പോൾ തരൂരിൻ്റെ പേര് മാറ്റി. നമുക്ക് തരൂർ മാത്രമല്ലല്ലോ സാർ, നമ്മുടെ ബ്രിട്ടാസ്, CPM-ൻ്റെ പാർട്ടി, മുസ്ലിം ലീഗ്, ഇത് ഒരു നമ്മുടെ രാജ്യത്തിലുള്ള നിരവധി പാർട്ടികൾ
അതിലൊത്ത നിരവധി മതസ്ഥർ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് പ്രതിനിധി സംഘം രൂപീകരിച്ച് വിവിധ രാജ്യങ്ങളിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടാണ് അവിടെ എല്ലാം സംസാരിക്കുന്നത്. ഓരോ വ്യക്തികളും എല്ലാ രാഷ്ട്രീയ, പക്ഷേ ഇതിൽ കോൺഗ്രസ്സിലെ ഹൈക്കമാൻഡ് മല്ലികാർജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും മാത്രമാണ് പ്രശ്നങ്ങളുള്ളത്. അതിനെന്താ താണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വരെ സഖ്യം വിട്ടില്ലേ? അല്ല, മല്ലികാർജുൻ ഖാർഗെയ്ക്ക് പ്രശ്നം വരാമെന്ന് വെച്ചാൽ മല്ലികാർജുൻ ഖാർഗെ ആരാ? വയസ്സ് കോൺഗ്രസിലെ കടൽ കിഴവനാണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശിനിക്കാരനാണ്. സോണിയ അമ്മച്ചി എന്തെങ്കിലും തീരുമാനമെടുക്കും, പ്രിയങ്ക ഗാന്ധി എന്തെങ്കിലും തീരുമാനമെടുക്കും, അത് വന്ന് ഈ കുശിനിക്കാരൻ വന്ന് ഇരുന്ന് പറയും. അതാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ഖാർഗെക്കെതിരെ മത്സരിച്ച ആളല്ലേ തരൂര്. ഖാർഗെ വേണ്ട, തരൂരിനെ നമുക്ക് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വയ്ക്കാൻ ഇവർ തീർച്ചപ്പെടുത്തിയിരുന്നുവെങ്കിലോ, എങ്കിൽ ഇപ്പോൾ കാണാമായിരുന്നു അമ്മച്ചിയും ഈ പെണ്ണും പിള്ളയും 2 പിള്ളേരും വഴിയാധാരമായേനെ. പിന്നെ ഇവിടെ കിടന്ന് നെഹ്റു കുടുംബമാണ് എന്നും പറഞ്ഞ് നെഹളിക്കത്തില്ലായിരുന്നു. ഇവർക്കിനി ഇവിടെ നിലം തൊടാൻ കഴിയത്തില്ലെന്നേ. അതാണ് ഈ നരേന്ദ്രമോദിയോട് ഇത്രത്തോളം അസഹിഷ്ണുതയോടുകൂടിയുള്ള വർത്തമാനം നടത്തുകയും അത് രാജ്യത്തിനെതിരായിട്ട് മാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ തരൂര് ഈ ദിഗ്വിജയം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഇടങ്ങളിലും അദ്ദേഹം പ്രസംഗിച്ച കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ അവിടുത്തെ പ്രതിപക്ഷ നിരയിലുള്ള ആളാണ്, പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. അവിടെ ശശി തരൂരിൻ്റെ പാദം തൊട്ട് നമിക്കണം രാഹുൽ ഗാന്ധി. കഴിയുമെങ്കിൽ ആ പാദം കഴുകി കുടിക്കണം. എന്നാലും നേരെയാകാൻ പോകുന്നില്ല. കാരണം മനസ്സിൽ നിറയെ ഇത്തരത്തിലുള്ള വിഷമാണ് കൊണ്ട് നടക്കുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയ അമരത്തിരിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. ഈ പാർട്ടിയുടെ ഘടകമല്ലേ സംസ്ഥാനത്തും ഉള്ളത്. ഇത് പിന്നെ എങ്ങനെ ഇവിടെ നന്നാകും? ഈ പാർട്ടി നന്നാകത്തില്ലെന്നേ. അത് ദേശീയതലത്തിൽ പോയിരിക്കുക. 2026 കേരളത്തിൽ ശവസംസ്കാര ചടങ്ങാണ് കോൺഗ്രസിൻ്റെ, അതറിയാമോ? ശവസംസ്കാര ചടങ്ങാണ് 2026 മെയ് മാസത്തിൽ. ഉലകുളി അടിയന്തരം എല്ലാം കഴിയും മിക്കവാറും. ആ തരത്തിലാക്കി തീർത്ത് ഇവർ. ഇപ്പോൾ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്, അതിനെ വെല്ലാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരുപക്ഷെ കോൺഗ്രസ് കേരള നേതൃത്വം കുറച്ചുകൂടി ബലമായി. കോൺഗ്രസ് കേരള നേതൃത്വം തമ്മിലടിക്കാനോ എല്ലാവർക്കും കതറ് വിട്ട് മസിലും പെരുപ്പിച്ച് മാമൂൽ ബേബികളെ പോലെ നടക്കുന്നുണ്ട് കുറേ പേര്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാവരും പെട്ടിയെടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഫോട്ടോയാണ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. നിലമ്പൂരിലേക്ക് എന്തോ പോന്ന കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ജമ്മു കാശ്മീർ അങ്ങ് പാക് അതിർത്തിയിലേക്കെന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. അവിടേക്കാണ് ഞാനോ ഒന്നും പറയുന്നില്ല. ഈ കോൺഗ്രസ്സുകാരെ പറ്റി പറയാൻ പോയാലുണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്നും കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം ഈ കഴിവുകെട്ടവരായിപ്പോയി. പിണറായി വിജയന് 2ാം വട്ടവും അധികാരം കൊടുത്തു, 3ാം വട്ടം കൊടുക്കാനും കോൺഗ്രസ്സുകാർ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതെവിടെ കൊണ്ട് അവസാനിക്കാൻ? ഇവിടെ നിൽക്കട്ടെ. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പറ്റി കോൺഗ്രസിനോടുള്ള ഒരു നന്നായിട്ട് പഠിച്ചു കൊണ്ടുവന്ന ഒരു കുട്ടി തീരെ അങ്ങ് താഴെ മാർക്കങ്ങ് വളരെ താഴെയായി പോയി തോറ്റ് തുന്നം പാടിക്കൊണ്ടിരുന്ന പിടിച്ച് 2 അടി കൊടുക്കത്തില്ലേ? അധ്യാപകൻ എന്നുള്ള രീതിയിൽ 2 അടി കൊടുക്കും. അതുപോലെ 100ൽ 99 കിട്ടി, 100ൽ 100 വാങ്ങിച്ചോ താഴെ നേരെ വന്ന് 100ൽ 15 മാർക്ക് 10 മാർക്ക് 12 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ്സിലും കയറത്തില്ല, ഒന്നും ചിന്തിക്കാതെയൊക്കെ നടക്കുന്ന. അതുപോലെയാണ് രാഹുൽ ഗാന്ധി ഒന്നും നേരാമണ്ണം പഠിച്ചിട്ടില്ലെന്ന്. ഹിസ്റ്ററി പഠിക്കണം. പക്ഷേ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി അവരുടെയൊക്കെ ഒരു പിന്തുടർച്ചാവകാശം പിന്നീട് അത്തരത്തിലുള്ള പവർഫുൾ ലീഡറിനെ ഇവർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ BJPക്ക് അതിന് മുന്നേ ഇത്തരത്തിലുള്ള ഒരു ശോഷണം ഉണ്ടായിരുന്നു. മീൻസ് ഒരു പവർഫുൾ ലീഡർ എന്നുള്ള ഒരു രീതി വന്നില്ല. പക്ഷെ ഒരു ലീഡറിനെ കിട്ടുമ്പോഴാണ് പാർട്ടി കുറച്ചുകൂടി ഏത് പാർട്ടിയാണെങ്കിലും കുറച്ചുകൂടെ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ലീഡറിൻ്റെ ഒരു ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഇത്തരത്തിലുള്ള ആടലായിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ചാഞ്ചാട്ടമുള്ള മനസ്സൊക്കെ ആയിരിക്കാം ഈ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ആവുന്നത്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന് ഇനിയെങ്കിലും ബുദ്ധി തോന്നട്ടെ. കാരണം അദ്ദേഹത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ. ഇനി അടുത്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയൊരു പരാജയമാണ്. എത്രയോ വർഷമായിട്ട് ഇപ്പം 3ാം തരംഗമായി. അപ്പം ഇനിയും കോൺഗ്രസ് പാർട്ടി ഇന്ത്യയുടെ ഒരു പ്രധാന നേതൃത്വ നിരയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് സാർ ആദ്യം പറഞ്ഞതുപോലെ വലിയൊരു തകർച്ചയിലേക്ക് പോകും. അത് നേടാനുള്ള അദ്ദേഹത്തിൻ്റെ അങ്കലാപ്പാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴി തെളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കട്ടെ, ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കട്ടെ.